സഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്ത് സ്വപ്നം കാണുന്ന പോലത്തെ ഒരു ഡാൻസ് മലേഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെ പോയി ഷൂട്ട് ചെയ്താ മോനെ റിവ്യൂ എന്ന് പറഞ്ഞതാ പ്യാരിന്റെ റിവ്യൂ. എനിക്കറിയോ ഒരു പടം അതെന്താന്ന് മനസ്സിലാക്കി അത് കാണുന്ന ആൾക്കാരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായി പറയുന്നതാ. എന്റെ രാഘവൻ എന്ത് കുന്താ പറയുന്നത്? പുള്ളി അടിപൊളിയാണ്, പുള്ളി പറഞ്ഞ കറക്റ്റ് ആണ്. പുള്ളിന്റെ എന്ത് അടിപൊളിയാന്ന് നീ പറയുന്നത്? റിവ്യൂ പറയണേ കറക്റ്റ് ആണ്. ഒരു പടം കണ്ട് പുള്ളി അതിന് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഷോട്ട് ബൈ പറയും പുള്ളി കറക്റ്റ് ആയിട്ട് എന്താണ് സംഭവം. നോക്കി കമന്റ്സിൽ മുഴുവൻ ഉണ്ടല്ലോ ആൾക്കാർ വന്നിട്ട് പൂര തെറിയാവും. അത് സത്യം പറഞ്ഞാൽ നിങ്ങളെ പോലത്തെ ഈ ശത്രുക്കളുണ്ടല്ലോ അവര് എന്ത് ശത്രു നോക്ക് എടാ ഈ ആകാശം നോക്കിയിട്ട് റിവ്യൂ പറയുന്നതൊന്നും വലിയ സംഭവമല്ല. പിന്നെ പുള്ളി പറഞ്ഞ എല്ലാം കറക്റ്റ് എന്നാ വിചാരം. ആൾക്കാർ പടം കണ്ടിട്ട് കമന്റ് ചെയ്യുന്ന അല്ലാണ്ട് വെറുതെ ആടെ ഇവിടെ നോക്കിയിട്ട് പറയുന്ന നല്ലത്. നമ്മളാളോ അങ്ങനെയൊക്കെ തന്നെ. ഇവനെ രാഘവണ്ണന്റെ റിവ്യൂ കണ്ടിട്ട് ഓരോ പടത്തിനെ പറ്റി ഓരോ വർത്താനം പറയാൻ വന്നിരിക്കുക. പ്യാരി എന്താ അസലായിട്ട കാര്യങ്ങൾ പറയുന്നത്? പ്യാരി പറഞ്ഞ ഏതെങ്കിലും തെറ്റിക്കോ? ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഈ മാസത്തിൽ ഇത്ര സിനിമകളുണ്ട്? ഞാൻ സമയം കിട്ടുന്ന അനുസരിച്ച് ഇറങ്ങണോടെ കാണാറുണ്ട്. കാണും നിങ്ങൾ? ഞാൻ പ്യാരിന്റെ കണ്ടിട്ട് എല്ലാ സിനിമയും ഞാൻ കാണലുണ്ട്. ഞാൻ അങ്ങനല്ല, ഞാൻ എല്ലാ സിനിമയും കാണുന്ന ഒരാളാ. അത് നിങ്ങൾ ഈ പറഞ്ഞ പ്യാരിന്റെയോ അല്ലെ രാഘവേട്ടന്റെയോ മറ്റേ ഈ റിവ്യൂ മണ്ണാങ്കട്ടയും കണ്ടിട്ടല്ല. പ്യാരി പറഞ്ഞത് ശരിയാണോ തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് കാണണം തോന്നിയ സിനിമകൾ ഞാൻ കാണാറുണ്ട്. അതിപ്പം ഭയങ്കര ഹൈപ്പ് ഉണ്ടാക്കിയ സിനിമകൾ ഉണ്ടാവും, അത് പോയി കണ്ടു കഴിഞ്ഞാൽ ഒന്നിനും പറ്റാത്ത സിനിമയായി മാറാറുണ്ട്. അതും പറയണല്ലോ. അതേസമയം ഒന്നിനും കൊള്ളാത്ത സിനിമ എന്ന് പറഞ്ഞ സിനിമകൾ കാണാറുണ്ട്, അത് എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട്. ഇങ്ങോട്ടേക്ക് ആവൂല ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ആൾക്കാർ അഭിപ്രായം കേട്ടിട്ടല്ല പറയേണ്ടത്. നിങ്ങൾ രണ്ടാളും ഒരു സിനിമ കാണുക, എനിക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്ത്, അതാ വേണ്ടി. അല്ലാണ്ട് വെറുതെ ഓരോരുത്തരുടെ ഈ അണ്ണന്റെ മണ്ണന്റെ എല്ലാം അഭിപ്രായം കേട്ടിട്ട് പടത്തിനെ നശിപ്പിക്കല്ലോ വേണ്ടി. എന്തെങ്കിലും പണിക്കരെ പോടാടുന്നു. നിങ്ങളാ വിളിച്ചത്, മര്യാദയ്ക്ക് പോയത്. അല്ല പടം കാണണ്ടേ? ഞാനിപ്പോൾ ലൈവിൽ വന്നത് കുറേ കാര്യം പറയാനാണ്. ഞാൻ ചിലതൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും വലിയ ഇത് എന്നാ വല്ല തെറിയാലും വിളിക്കുന്നത്. എന്തിനാ എൻ്റെ തെറി വരയ്ക്കുന്നത്? ഞാൻ കണ്ടാക്കേണ്ട ഞാനല്ലേ പറയുന്നത്. അതുകൊണ്ട് എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതുവരെ ചെയ്ത ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഫേസ്ബുക്ക് ലൈവിൽ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളെ കമൻറ്റുകൾ എന്താണെന്ന് ഞാൻ നോക്കട്ടെ. വേറെ വല്ല പണിക്കും പോയിക്കൂടെയാണ്? നീ പറഞ്ഞിട്ടാ ഞാൻ പണിയെടുക്കുന്നത്. എപ്പം നീ പോടാ. ഞാൻ സത്യസന്ധമായിട്ടാ ഓരോ കാര്യം പറയുന്നു അല്ലേ? ഇതുപോലൊരു ദുരന്തം ഞാൻ എന്നാ നിനക്കൊരു ദുരന്താക്കിയത്? ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞ്. സിനിമ മോശമാണെന്ന് സിനിമ മോശമാണെന്ന് പറയും, നല്ലതാണെങ്കിൽ നല്ലത് പറയും. കണ്ടാക്കണ്ട ന്യായം അന്നേരം പറയുന്നല്ലേ ഞാൻ. ഉടായിപ്പ് നിന്റെ എനിക്ക് പറയണ്ടല്ല. ഞാനൊന്ന് ഉടായിപ്പാക്കിനടാ കള്ള ഹംക്കെ. ഞാനൊന്ന് ഉടായിപ്പാക്കിനി. ഇതൊക്കെ പറയാൻ താനാരാന്നാ? ഞാൻ നിന്റെ അച്ഛൻ ഓടാർന്ന്. ഞാനൊരു സിനിമയെ കുറിച്ചും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് മോശം സിനിമയെ കുറിച്ച് മോശം സിനിമ ആയതുകൊണ്ടാണ് പറഞ്ഞിനി. പോടാൻ നീ ആരാടാ പോടാന്ന് പറഞ്ഞു? നീ പോടാ കള പട്ടി. എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. എങ്ങനെ നമ്മളെ പടം ഇങ്ങനെ പൊട്ടിപ്പോയത്? ആള് കയറിയില്ല, അതാണ്. 40-40 വർഷം ഗൾഫിൽ കിടന്ന് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് മുഴുവൻ കൊണ്ടുവന്ന് സിനിമയിൽ ഇറക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ? എന്തെങ്കിലും ഡിസാസ്റ്റർ ആയിപ്പോയി. എന്താ
ദുരന്തമായി പോയി എന്ന് പറയായിരുന്നു. സാറേ ഞാൻ എൻ്റെ ബ്രില്യൻസ് മുഴുവൻ ആ പടത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒലക്ക എന്നിട്ട് എന്തോ ഉണ്ടായിന്ന് പറ. മൊയ്തി സാറേ, ഇപ്പം പടം എന്തായാലും പൊളിഞ്ഞ്, ഇത് വല്ല പാലമോ വല്ല കെട്ടിടമോ ഒക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടാമത് പുതുക്കി പണിയാം പൊളിഞ്ഞതിനെ. ഇപ്പം സിനിമയാണ്, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് പോയി. അതെ സാറേ, എൻ്റെ ബ്രില്യൻസിനനുസരിച്ചുള്ള പ്രേക്ഷകർ സിനിമയ്ക്ക് കയറിയില്ല എന്നുള്ളതാണ് വസ്തുത. നിന്റെ ബ്രില്യൻസ് കാരണം ഇപ്പൊ ഈ റിസോർട്ടും കൂടി പണയം വെക്കണ ഗതികേടിലാണ് ഞാൻ നിൽക്കുന്നത്. നിന്റെ ബ്രില്യൻസിന്റെ പ്രേക്ഷകർ ആരാ? ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നോ? അല്ല, കുറച്ച് നിലവാരമുള്ള പ്രേക്ഷകർ വരണമായിരുന്നു. അത് കൊണ്ടുവരണം. തന്റെ പടം ഇറങ്ങുമ്പോ വരണം. അത് പബ്ലിസിറ്റിയാണ് നമ്മുടെ പ്രശ്നമായത്. മൊയ്തി സാറേ, എന്തായാലും വരുമ്പോൾ ആരെങ്കിലും മണ്ടയ്ക്ക് ചാടില്ല. ഇല്ല അത് സാറ് കേൾക്കണം. എൻ്റെ വീട്ടിൽ നിന്ന് ടൗണിലേക്ക് 10 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ 10 കിലോമീറ്റർ ദൂരത്തിൽ ഒരു മതിലിൽ പോലും നമ്മുടെ സിനിമയുടെ പോസ്റ്റർ ഇല്ല. മൊയ്തി സാർ അത് പറയരുത്. ഞാൻ നിങ്ങളുടെ വീടിൻ്റെ അവിടെ ഫുള്ള് ഒട്ടിച്ചാണ്. അപ്പം നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ തന്നെ വലിച്ചെറി കളഞ്ഞിട്ടുണ്ടാവും. അതെ, നിങ്ങളിപ്പോ പരസ്പരം പഴിയാരിയിട്ടൊന്നും ഒരു കാര്യമില്ല. കാശ് ചെലവായത് എൻ്റെ കാശ് മുഴുവൻ പോയി കിടക്കുക. ഇപ്പൊ ഇത് തിരിച്ചു വരാൻ വല്ല മാർഗമുണ്ടോ, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യണം, അതിനെ കുറിച്ച് പറ. OTT ഇറങ്ങട്ടെ, നമ്മളെ പടങ്ങൾ ആൾക്കാർ ഏറ്റെടുക്കും. OTT ഇറങ്ങണമെങ്കിൽ ഇത് ആദ്യം തിയേറ്ററിൽ ഓടണം. സാറേ, ഈ ഇപ്പം വന്ന പടം തന്നെയല്ലേ OTT പറഞ്ഞത്, അല്ലാതെ മാറ്റമൊന്നും സംഭവിക്കില്ലല്ലോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഉണ്ണി അഭിനയിച്ചിട്ടുണ്ട് നമ്മളെ ഫിലിമിൽ. ഉണ്ണി മരിച്ചില്ലെങ്കിൽ അവനെ കൊല്ലണമെന്ന് വിചാരിച്ചാ കേട്ടോ. അവന് ഈ പ്രമോഷന്റെ ഭാഗമായിട്ട് നടന്ന പ്രസ് മീറ്റിങ്ങിൽ അവൻ സംസാരിക്കുന്ന കേട്ടിട്ട് അവന്റെ ആണപ്പല്ല് അടിച്ചു കൊടുക്കണമെന്ന്. സാറ് പറഞ്ഞ കറക്റ്റാ. ഈ ഉണ്ണി ആ പ്രസ് മീറ്റിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് പത്രക്കാരോടും ചാനലുകാരോടും ഇടപെട്ടിരുന്നെങ്കിൽ നമ്മുടെ പടത്തിന് ഇങ്ങനെ ഒരു മോശം ഇത് വരില്ല. എങ്ങനെ പെരുമാറും? അത്രയും പ്രകോപിതരാക്കിയില്ല നമ്മുടെ ചാനലുകാര്. പിന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഉണ്ണിയോട് ചോദിച്ചത്. ചാനലുകാർ എന്ത് ചോദിക്കുമെന്നും പറഞ്ഞാൽ അതിന് മറുപടി അറിയാൻ നിൽക്കല്ല. നമ്മൾ ഇത്രയും കാശും ചെലവാക്കി ഒരു പടം റിലീസാവാൻ നിൽക്കുന്നു. അപ്പൊ അതിനനുസൃതമായിട്ട് എന്തെങ്കിലും സംസാരിക്കാന്നല്ലാതെ ചാനലുകാരോട് തട്ടി കയറാൻ പോവുകയാണ്. സാർ, ഒരു കാര്യം സാർ മനസ്സിലാക്കണം, ഇത്രയും തിരക്കുള്ള ഒരു ആർട്ടിസ്റ്റ് എന്നോടുള്ള കമ്മിറ്റ്മെന്റിന്റെ പേരിലാണ് നമുക്ക് ഡേറ്റ് വന്നത്. 2 വർഷം കാത്തിരുന്നിട്ടാണ് നമുക്ക് ഉണ്ണിയുടെ ഡേറ്റ് കിട്ടിയത്. ഈ പടം ഇറങ്ങിയ പുള്ളിയുടെ കുറെ ഡേറ്റ് ഫ്രീ ആയിട്ടുണ്ട്. ഓക്കെ പറഞ്ഞിരുന്ന പല നിർമ്മാതാക്കളും പിന്മാറിയിട്ടുണ്ട്. സാറിന് വേണമെങ്കിൽ ഒരു പടം കൂടെ ചെയ്യാൻ പുള്ളി. അതെ, മന്മഥൻ അങ്ങനെ അധിക്ഷേപിച്ച് സംസാരിക്കരുത്. നിരവധി ഹിറ്റുകൾ ഉണ്ടാക്കി തന്നൊരു നടനാണ് ഉണ്ണി. അയാളെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. അതൊക്കെ വലിയ ഡയറക്ടേഴ്സിന്റെ നല്ല ഡയറക്ടേഴ്സാണ് അയാളെ വെച്ച് പടം ചെയ്തത്. പിന്നെ എന്തുകൊണ്ട് സാറിന്റെ പടം ഹിറ്റായില്ല പുള്ളി അഭിനയിച്ചിട്ട്? അല്ല സാറേ, എനിക്ക് എന്റെ പടത്തിൽ നല്ല വിശ്വാസമുണ്ട് സാർ. തനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇതാ ഒരു കാര്യം ചെയ്യും. എനിക്ക് ചിലവായ കാശ് മുഴുവൻ ഇങ്ങോട്ട് തന്നിട്ട് തന്റെ വീട് വിറ്റിട്ട് അതിന്റെ കടന്നു തരും. അല്ല സാർ, ഒരു കാര്യം ആലോചിക്കും. ഇപ്പൊ നമ്മുടെ വർമ്മയുടെ വരവ് കണ്ടിട്ട് പ്രിവ്യൂ കണ്ട ആളുകൾ എത്ര നല്ല അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. വെറുതെ വിളിച്ചു വരുത്തി സിനിമ കാണിച്ചു കൊടുക്കുമ്പോ ആ തെണ്ടികൾക്ക് എന്തും പറയാം. മാത്രമല്ല, പ്രിവ്യൂ കാണാൻ വന്ന അത്രയും സാറിന്റെ ബന്ധുക്കളാണ്, കുടുംബക്കാരും അയൽവക്കക്കാരും ഒക്കെ. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോൾ എന്ത് സംഭവിച്ചു, ഇതിന്ന് ഇനി ഈ പടത്തിനെ രക്ഷപ്പെടുത്താൻ എന്ത് ചെയ്യാം, അതിനുള്ള വഴി അത് പറ. സാർ, എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നെഗറ്റീവ് റിവ്യൂ ഒരുപാട് വന്നിട്ടുണ്ട്. എങ്ങനെ നെഗറ്റീവ്? നമ്മളെ പടം മോശമാണ്, നേരത്തെ കുട്ടി നമ്മളെ പടത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ചില റിവ്യൂസ് വന്നിട്ടുണ്ട്. അത് ശരിയാണ്. സാറ് പറഞ്ഞ ആ കാര്യം കുറച്ച് അങ്ങനെ ഒരു സംഭവം കേറിയിട്ടുണ്ട്. ഒരു പ്യാരിജാതനുണ്ട്, പ്യാരിജാതന്റെ റിവ്യൂ, അവന്റെ ഒരു യൂട്യൂബ് ചാനൽ. യൂട്യൂബിൽ ഇതൊക്കെ ചെയ്യുന്ന ഈ സിനിമ റിവ്യൂ പറഞ്ഞ ഒരുത്തനുണ്ട്. എനിക്കറിയാം, സിനിമയ്ക്ക് ഇങ്ങനെ തന്നെ സാറേ അറിയോ? എനിക്കറിയാം. എന്നാ വഴിയുണ്ട്. കോടികൾ ഇറക്കി ഇവിടെ ഒരു സിനിമ എടുക്കുമ്പോ ഏതെങ്കിലും ഒരു കോന്തം വന്ന് കണ്ണി കണ്ടു വളർത്തട്ടെ. ഈ പൈസ നഷ്ടപ്പെടുത്തി ഒരുതരം തൂക്കുമരത്തിലേറ്റാനുള്ള പരിപാടിയാണ് അവൻ്റെ ആക്കിയെങ്കിലും അതിന് വഴിയുണ്ട്. ഈ കാശ് ഇറക്കിയത് തിരിച്ചു കിട്ടാനോ ഞാൻ അവന് നേരെ കേസ് കൊടുക്കും. അവൻ മാത്രമല്ല അവനെ പോലെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, അവരൊക്കെ പിടിക്കണം.